രഹസ്യ അജണ്ടകൾ തുടർന്ന് അമേരിക്കയും ഇസ്രയേലും വേണ്ടത്ര ആയുധങ്ങൾ എത്തിക്കാമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിന് ഉറപ്പു നൽകിയതായി റിപ്പോർട്ട്. ആയുധ വിതരണത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രൈവറ്റ് ഹൌസും രാത്രിയും പകലൊന്നുമില്ലാതെ പ്രവർത്തിക്കുകയാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ തകർക്കുന്നതിന് ആയുധമെത്തിക്കാൻ തങ്ങൾ US-നെ സമ്മർദ്ദത്തിലാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച ഒരു വീഡിയോ നെതന്യാഹു എക്സിൽ പങ്കുവച്ചതോടെയാണ് ഇരു രാജ്യങ്ങളുടെയും രഹസ്യധാരണ പുറത്തുവന്നത്. ഞങ്ങൾക്ക് ആയുധങ്ങൾ തരൂ, ഞങ്ങൾ ജോലി പൂർത്തിയാക്കുമെന്ന തലക്കെട്ടോടുകൂടിയാണ് നെതന്യാഹു വീഡിയോ പങ്കുവച്ചത്. ഈ വാചകം രണ്ടാം ലോക മഹായുദ്ധം നടത്തുമ്പോൾ ബ്രിട്ടൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ അമേരിക്കയോട് പറഞ്ഞതാണെന്നും നെതന്യാഹു പറയുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആന്റണി ബ്ലിങ്കനും നെതന്യാഹുവും തമ്മിൽ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിലെ തടസ്സങ്ങളിൽ ഉടൻ പരിഹാരം കാണുക എന്നതായിരുന്നു കൂടിക്കാഴ്ചയുടെ പിന്നിലെ ലക്ഷ്യം. ആയുധ കൈമാറ്റം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനോട് നെതന്യാഹു പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. റഫ അതിർത്തിയിൽ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതോടെ ഇസ്രയേലിന് നൽകി വന്നിരുന്ന ആയുധ വിതരണത്തിൽ നിന്ന് US പിന്മാറിയിരുന്നു. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾക്കായി 3500 ബോംബുകളാണ് വൈറ്റ് ഹൌസ് ടെൽ അവീവിലേക്ക് നേരത്തെ കയറ്റുമതി ചെയ്തത്. ഇതുപയോഗിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 1000-ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. റഫയുടെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ തുടർച്ചയായ പ്രഖ്യാപനവും നടത്തിയിരുന്നു. എന്നാൽ പ്രസിഡന്റിനെ മറികടന്ന് വൈറ്റ് ഹൌസ് ഇസ്രയേലിൽ ആയുധങ്ങൾ എത്തിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ബോംബുകളുടെ വിതരണം നിർത്തിയ അതേ മാസത്തിൽ $1 ബില്യൺ വിലമതിക്കുന്ന വെടിക്കോപ്പുകളും യുദ്ധവാഹനങ്ങളും US കൈമാറിയതായാണ് റിപ്പോർട്ട്. അതിനിടെ US നൽകുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ അഭിപ്രായങ്ങൾ തികച്ചും തെറ്റാണെന്ന് നെതന്യാഹുവിനോട് ബൈഡൻ പ്രതിനിധി. ഇസ്രയേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും US തടഞ്ഞുവെക്കുന്നുവെന്ന പ്രസ്താവന പൂർണ്ണമായും തെറ്റാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചൊവ്വാഴ്ച US പ്രതിനിധി ആമോസ് ഹോഷ്സ്റ്റീൽ പറഞ്ഞു. ഇസ്രയേലിലെ US അംബാസഡർ ജാക്ക് ലുവ്യും നെതന്യാഹുവിനോട് അഭിപ്രായങ്ങൾ ശരിയല്ലെന്ന് ആവർത്തിച്ചു. ഇസ്രയേൽ നേതാവിന്റെ അഭിപ്രായത്തിൽ ഭരണകൂടത്തിൽ വർദ്ധിച്ചുവരുന്ന നിരാശയാണ് യോഗം പ്രതിഫലിപ്പിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തെ പരസ്യമായി ആക്ഷേപിക്കുന്നത് ഇതാദ്യമായല്ല. എന്നാൽ ഗാസയിലെ യുദ്ധവും ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷവും അവിശ്വസനീയമാംവിധം ഉയർന്ന നിലയിലായിരിക്കെയാണ് തർക്കം. അതേസമയം വ്യാഴാഴ്ച നടത്താനിരുന്ന US ഇസ്രയേൽ സ്ട്രാറ്റജിക് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പിന്റെ യോഗം US മാറ്റിവെച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നെതന്യാഹുവിന്റെ അഭിപ്രായത്തിന് മറുപടിയായാണ് കൂടിക്കാഴ്ച മാറ്റുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചൊവ്വാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ബൈഡൻ ഭരണകൂടം ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണെന്ന് നെതന്യാഹു പരസ്യമായി അവകാശപ്പെട്ടിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ തടസ്സങ്ങൾ നീക്കാൻ ഭരണകൂടം രാവും പകലും പ്രവർത്തിക്കുന്നുവെന്നും എനിക്ക് ഉറപ്പു നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.